പിള്ളേർക്കൊരു ഏത്തക്കയോ പഴവോ ഒന്നും മേടിച്ചുകൊണ്ട് വെക്കാൻ ഒക്കത്തില്ല. നമ്മൾ പാചകം ചെയ്യുന്ന സാധനം പോലും അടുക്കളകൾ കൊണ്ടുവന്ന് വെക്കാൻ സമ്മതിക്കത്തില്ല. ഇത് 100-110 പേര് ഒപ്പിട്ട പരാതി കളക്ടർക്ക് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രയോജനവും. ഇവരെന്തോ പറയുന്നത്? ഇവർ പറയുന്നത് വെച്ചാൽ അത് അമ്പലത്തിന്റെ വകയാണ്, ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്പലത്തിൽ അന്വേഷിക്കുമ്പോൾ അമ്പലമായിട്ട് ഈ കുരങ്ങിന് ബന്ധമില്ലെന്നാണ്. ഏത് കുരങ്ങ വരുന്നത്? അമ്പലത്തിനകത്ത് ബന്ധമില്ലെന്ന് ആര് പറഞ്ഞ്? അമ്പലം ഉണ്ടായ കാലം മുതൽ ശ്രീരാമൻ ഇവിടെ വന്ന് ആ കൂട്ടത്തിൽ വന്നതാണെന്ന ഈ പഴമക്കാർ ഐതിഹ്യം പറയുന്നത്. ഈ കുരങ്ങ് അമ്പലത്തിലുള്ളത് തന്നെയാണ്. കുരങ്ങ് അമ്പലക്കുരങ്ങുണ്ട്, ചന്തക്കുരങ്ങുണ്ട്. ഇപ്പം ഞങ്ങളുടെ അടുത്തോട്ടായി അങ്ങനെ ഒരു 3 ഭാഗം കുരങ്ങളായി, കുന്നുംപുറം കുരങ്ങായി. മനസ്സിലായി? ശാസ്താംകോട്ട DB കോളേജിന് കിഴക്കുവശത്തുള്ള കുരങ്ങളായി. ചക്കയും മാങ്ങ ഉണ്ടെങ്കിൽ ഇവന്മാർ പോകത്തില്ല. ചക്കയൊക്കെ എടുത്ത് വെച്ച് തിന്നുന്ന കാണണം. നല്ല രസമാണ്. ഒരു തേങ്ങ ഉണ്ടോ നോക്കുക, മണ്ട പോയ തെങ്ങമാരിക്കും. ഇവന്മാർ ഒരു 4-4:30 ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യും. രാവിലെ അന്നേരം നമ്മൾ ഉറക്കമായിരിക്കും. ഇവന്മാർ വന്ന് പരിപാടി അങ്ങ് തുടങ്ങും. ഒരു 6-6:30 ആകുമ്പോഴത്തേനും അവന്മാർ പോവുകയും ചെയ്യും. ഒരു ആഹാര സാധനം ഇപ്പോൾ സ്കൂളിൽ പോകാനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണപ്പൊതി ആയിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി പോകുന്നു, കുരങ്ങ് കടിച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ പട്ടി. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. ഇതിൻ്റെ ശല്യങ്ങൾ കാരണം നമ്മളിത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ദോഷം വരും. ഇതിൻ്റെ ശല്യം കാരണം ഇത് ഇവിടുന്ന് വസ്തു കൊടുത്തിട്ട് പോകാൻ പോലും ആരും വന്ന് വാങ്ങാൻ പോലും തയ്യാറാവുന്നില്ലെന്നുള്ളതാണ്. ഇതിനെ കൊണ്ടുപോകാവുന്ന നടപടികൾക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭക്തജനങ്ങൾ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത്. പിന്നെ ആളുകൾക്ക് സമാധാനമായിട്ടൊരു സ്ഥലത്ത് പോയി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ വീട് ഏത് അവസ്ഥയിലാണ്, കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്ത് തരത്തിലുള്ള കൃഷി ചെയ്താലും ഇവർ കഴിക്കാനുള്ളതാണെങ്കിൽ കഴിക്കുക, അല്ലാത്തത് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. പോയിട്ട് ആ വെള്ളം മൊത്തം കുളിക്കുക, എന്നിട്ട് അതിനകത്ത് അപ്പിയിട്ട് എല്ലാം ഉണ്ട്. നമുക്ക് ഭയങ്കര ശല്യം കുരങ്ങനെ കൊണ്ട്. കുരങ്ങുകൾ കൂട്ടത്തോടെ എത്തി ആക്രമിച്ച് നശിപ്പിച്ച ഒരു വീടിൻ്റെ ദൃശ്യമാണിത്. കുരങ്ങനെ പേടിച്ച് ഈ വീട്ടുകാർ ഇവിടുന്ന് താമസം മാറിപ്പോയെന്നാണ് ആളുകൾ പറയുന്നത്. അത്ര ദയനീയമാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടെ ശരിക്കും കുരങ്ങനെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട്? ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കൃഷി ചെയ്താലും ആ കൃഷി മുഴുവൻ നശിപ്പിക്കുക. പിന്നെ തെങ്ങിൽ ഒരു തേങ്ങ പോലും നമുക്ക് കിട്ടത്തില്ല. കാരണം വെള്ളയ്ക്ക ആകുമ്പോൾ തന്നെ അതൊന്ന് കടിച്ചു കയറി നശിപ്പിച്ച് കളയുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ട്സ് ആയാലും മറ്റ് ഒരു പേരയ്ക്ക കിട്ടത്തില്ല. പിന്നെ ലബലോലി എന്ന് പറയുന്നൊരു ഇതുണ്ട്. താണ്ടെ ഇത് നോക്കിയാൽ ഈ വൃക്ഷം ഇതിൽ തന്നെ താഴെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടല്ലോ. ഇന്ന് രാവിലെ വന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് പോയതാണ്. അതുപോലെ പിന്നെ നമ്മുടെ വീടിൻ്റെ ടാപ്പ്, നമ്മുടെ ടാപ്പുണ്ടല്ലോ, ടാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ചാക്ക് വെച്ചിട്ട് നമ്മൾ കെട്ടി മുറുക്കി വെച്ചില്ലെങ്കിൽ ഇത് വന്നിട്ട് വെള്ളം തുറന്നു വിട്ടിട്ട് ടാപ്പ് മുഴുവൻ കുത്തി ഒടിച്ച് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ഭക്ഷണ സാധനം പോലും നമ്മുടെ വീട്ടിൽ അഥവാ ജസ്റ്റ് എങ്ങനെയും അതിൽ ഒരു സ്വല്പം ഒന്ന് ഡോറ് തുറന്ന് കിടന്നാൽ അകത്ത് കയറും. കയറി അപ്പുറത്തെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യനാണെങ്കിൽ ആ പയ്യൻ അല്പം ഈ എഴുന്നേറ്റ് ഇച്ചിരി കാലിന് സ്വല്പം പ്രശ്നമുള്ളൊരു പയ്യന്, ആ പയ്യനെ ആ റൂമിനുള്ളിൽ ഈ കുരങ്ങ് കയറിയിട്ട് ഇതെല്ലാം അവിടെ ആക്രമിക്കാനിരിക്കുക. കാരണം പയ്യൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ആ വീട്ടിൽ. പിന്നെ ഇവിടുന്ന് പരിസരത്തുള്ള വീട്ടുകളിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിപ്പോയിട്ടാണ് രക്ഷിച്ചത്. അങ്ങനെയൊക്കെയുള്ള അപകടകരമായ അവസ്ഥയുണ്ട്. കാരണം നമുക്ക് ഇതിനെ ഒന്നും മറ്റു രീതിയിൽ ഉപദ്രവിക്കാൻ നമുക്ക് മനസ്സും അനുവദിക്കത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എത്രത്തോളം കുരങ്ങുകളാണ് ഇത്? ഒരു 10-200 കുരങ്ങുകളോളം ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. കാരണം നേരത്തെ എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഇതേളായിരുന്നു. പിന്നെ ഈ കുരങ്ങുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുരങ്ങുകളാണ്. ക്ഷേത്രത്തിൽ ഉള്ള ക്ഷേത്രക്കുരങ്ങുകൾ അവിടെ തന്നെ കോളേജുമായി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. അതിനുള്ള ഭക്ഷണം ആ ക്ഷേത്രത്തിൽ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം കന്നിമേൽ എഴുത്ത വീട്ടുകാരെന്ന് പറയുന്നവർ അതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെയും പിന്നെ ക്ഷേത്ര സമിതി അവരെല്ലാം ആ ക്ഷേത്രക്കുരങ്ങളെല്ലാം സംരക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ഇത് പുറത്തേക്ക് വന്ന കുരങ്ങുകളാണ്. പുറത്തേക്ക് വന്നിട്ട് ഇത് പിന്നെ പെരുകി പ്രസവിച്ച് പെരുകി അങ്ങനെ കൂട്ടങ്ങളായി ഓരോ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുക. ഇപ്പം ഈ DB കോളേജിന് കിഴക്ക് ഭാഗത്ത് തന്നെ ഇപ്പോൾ ഈ കോളേജിനുള്ളിൽ ഒരു ബാച്ചുണ്ട്. കോളേജിനുള്ളിൽ ആ ഭാഗത്തോട്ട് ഒരു ബാച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഈ കോളേജിന് കിഴക്ക് വശത്തായിട്ട് ഞങ്ങൾ കുറേ വീടുകൾ, ഒരു 100ഓളം വീടുകളുണ്ട് കുടുംബങ്ങൾ താമസിക്കുന്ന. ഈ പ്രദേശത്ത് മുഴുവൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഭക്ഷണം വെച്ച് കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട്. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വെച്ചിരുന്നാൽ ജസ്റ്റ് ഈ നമ്മുടെ വെൻറ്റിലേഷൻ ചെറിയ ഗ്യാപ്പ് എയർ ഹോൾ അത് വഴി വരെ ഉള്ളിലേക്ക് കടക്കുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ നമുക്ക് മറ്റു രീതിയിലൊന്നും അതിനെ ഉപദ്രവിക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ആളുകളെ ഉപദ്രവിക്കുന്നുണ്ടോ? ആളുകളെ ഉപദ്രവിക്കാറുണ്ട്. ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ
അപ്പോൾ അതിനെ ചെറിയ കുരങ്ങിൻ്റെ അടുത്തൂടെ കാണാൻ കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ അത് സൗണ്ട് ഉണ്ടാകും, ഒച്ച ഉണ്ടാക്കും. ഒച്ച ഉണ്ടാക്കുന്ന സമയത്ത് മറ്റു വലിയ കുരങ്ങ് കൂടി വന്നിട്ട് ആക്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് കുഞ്ഞുങ്ങളിങ്ങനെ നടന്ന് വരുവാണെങ്കിൽ ഇപ്പം ജസ്റ്റ് പാല് വാങ്ങിയിട്ട് വന്നാൽ പോലും വന്നിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ട് ഇത് തട്ടിപ്പറിച്ചിട്ട് പോകും. ഇത് ഏതൊക്കെ സമയത്താണ് ഇത് ഇങ്ങനെ പുറത്തിറങ്ങി? ഇപ്പം നമ്മൾ നോക്കിയിട്ട് കുരങ്ങനൊന്നും ഇല്ല ഇവിടെ. ഇപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അവർ അടുത്ത പ്രദേശത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. അത് അവിടെ കറങ്ങി ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും കറങ്ങി വീണ്ടും വരും. വീണ്ടും വന്നിട്ട് ഇവിടെയൊക്കെ വന്ന് ശല്യങ്ങൾ. പിന്നെ നമ്മൾ ആൾ വീട്ടിലില്ലെങ്കിൽ അന്നത്തെ ദിവസം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം യുദ്ധക്കളം പോലാക്കും. നമ്മുടെ വീടിൻ്റെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് അവിടെ മൊത്തം ഫ്രണ്ട് അവിടെ എല്ലാം കയറിയിട്ട് കാഷ്ടിച്ച് വെക്കുക. അതുപോലെ പെരയുടെ മുകളിൽ കിടക്കുന്ന തുണികളെല്ലാം കഴിയിടാൻ പറ്റത്തില്ല. തുണികൾ കഴിയിടുന്നത് എടുത്ത് മൊത്തം ചുരുട്ടി കൂട്ടി ചിലത് കീറി ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ എന്ത് കിട്ടിയാലും ഒരു സാധനങ്ങൾ കിട്ടത്തില്ല. ഒരു ചെടി പോലും വെച്ച് പിടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ വന്ന് മൂടോടെ പിഴുത് അങ്ങ് കളയും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ ഇതൊക്കെ സഹിച്ചിട്ട് എത്രയോ കാലം കൊണ്ട് അധികൃതരുടെ മുമ്പിൽ പറയുന്നത്. ഇതിപ്പോൾ കുറേ വർഷങ്ങളായി. ഇത് ഇത്രയും പെരുകി ശല്യം കൂടിയിട്ടൊരു 5-6 വർഷങ്ങൾ ആയിട്ടുണ്ട്. അധികാരികൾക്ക് പരാതി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. അത് കോടതി ഉത്തരവ് വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഇതിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനെല്ലാം എന്തൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആരൊക്കെയോ ഉണ്ട്, ഏതൊക്കെ ശക്തികളുണ്ട്. പിന്നെ നമുക്ക് ആർക്കും ദ്രോഹം ചെയ്യണമെന്ന് ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. ഈ പ്രദേശത്തുള്ള ഇത്രയും ആളുകൾ താമസിക്കുന്നു. പക്ഷേ അതിനെ ഞങ്ങൾ ശാരീരികമായ മറ്റു രീതിയിൽ ഉപദ്രവിക്കാറില്ല. കാരണം അതും ഒരു ജീവിയാണ്. പക്ഷേ അത് നമുക്ക് ശല്യം ഇത്രയും ഉപദ്രവം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അധികൃതരുടെ മുമ്പിൽ പറഞ്ഞു. പിന്നെ ഇതിനൊക്കെ തടസ്സം നിൽക്കുന്നവർക്ക് അവർക്ക് മറ്റ് ഈ സാമൂഹിക പ്രതിബദ്ധതയൊന്നുമില്ല. ഇത്രയും പിടിക്കണ്ട എന്നും പറഞ്ഞ് കുറച്ച് ആരൊക്കെയോ ചില വ്യക്തികൾ, വെറും ചുരുക്കം ചില വ്യക്തികൾ മാത്രം. കാരണം മറ്റുള്ള ഈ ശാസ്താംകോട്ടയിലെ കുരങ്ങിൻ്റെ ശല്യം ഇവിടെ ഒഴിവാക്കണ്ട എന്ന് പറയപ്പെടുന്നവർക്ക് കുരങ്ങിൻ്റെ ശല്യം ഉണ്ടോ? ഇവിടെ ഉള്ളവരാണോ? തീർച്ചയായിട്ടും ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. പക്ഷേ അത് നമുക്കറിയില്ല എന്താണ് അവർ ഇതിനു വേണ്ടി അതിൻ്റെ പിന്നിലെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ പേര് ഷാജഹാൻ നന്ദനം. ഞാൻ പറയുമ്പോൾ ശാസ്താംകോട്ട ധർമ്മശാസ്താവിൻ്റെ പരിവാരങ്ങൾ സഹായികളായിരുന്ന ക്ഷേത്ര വാനരന്മാർ ഇപ്പോഴും ശാസ്താംകോട്ട ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ കോമ്പൗണ്ടിനുള്ളിൽ അത് മര്യാദയ്ക്ക് ആ ഭാഗത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ ചുറ്റും വനമുണ്ട്. ആ വനത്തിലും അവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ച് അത് വളരെ മാന്യമായി ആ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ ആ പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പോകാറില്ല. ഇത് പുറത്തിറങ്ങുന്ന കുരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് അമ്പലത്തിലേക്ക് പോകത്തില്ലേ? ഇല്ല, അങ്ങോട്ട് കയറ്റത്തില്ല. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഒരു ബാച്ചായിട്ട് തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ മൂപ്പന്മാരുണ്ടാവും. ഇപ്പോൾ കുറച്ച് രസകരമായ കഥയാണ് ഇത്. ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മനുഷ്യർ ഇതുപോലെ ഓരോ സംഘങ്ങളായിട്ട് ഓരോ ഇതായിട്ട് തിരിഞ്ഞതുപോലെ ഇവർക്ക് ഓരോ തലവന്മാരുണ്ടാവും. ആ തലവന്മാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രത്യേകം മാറും, ഒരു പ്രദേശത്തോട്ടങ്ങ് മാറും. പിന്നീട് അങ്ങനെ പല സംഘങ്ങളായി ഇവർ ഓരോ സ്ഥലത്തേക്ക് തമ്പടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ കിഴക്ക് ഭാഗത്ത് DB കോളേജിൻ്റെ ഉള്ളിലും ആ പ്രദേശത്ത് ഒരു ഗ്യാങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് കോളേജിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടൊരു ഗ്യാങ്ങുണ്ട്. പിന്നെ ജംഗ്ഷനിൽ കൂട്ടത്തോടാണ് വരുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സ്ഥിരം താമസമാണ്. രാത്രിയിലൊക്കെ ഇവിടെ ഈ മരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുക. ചുരുക്കം പറഞ്ഞാൽ രാത്രിയും പകലും പിന്നെ രാത്രിയിൽ പിന്നെ ഇവർ ഉറങ്ങുന്നതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. രാത്രിയിൽ ഇറങ്ങിയിട്ട് അവരൊന്നും ചെയ്യത്തില്ല. ഒരു 7 മണി ആകുമ്പോഴത്തേക്കെല്ലാം മരങ്ങളിൽ കയറി അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ചില സമയത്തിൽ രാത്രി സൗണ്ടൊക്കെ ഉണ്ടാക്കും, കരച്ചിൽ ഇതുണ്ടാവും. ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്ന് വിട്ട് ആ പ്രദേശത്തോട് പല പ്രദേശങ്ങളിലേക്കും പല ഗ്യാങ്ങുകളായിട്ട് തിരിഞ്ഞ് മാറിയിട്ടുണ്ട്. ഒരുപാട് അവിടെയും ശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരെല്ലാവരും നിരന്തരം ഇങ്ങനെ പരാതിപ്പെടുന്നു. എന്ത് ചെയ്യാനും ഞങ്ങൾ ഈ ഒരു പ്രദേശത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പെട്ട ഏരിയയാണ്. ആകെ ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്ന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ഒറ്റപ്പെട്ട ഏരിയ ഇതിനുള്ളിൽ ഞങ്ങൾ സത്യം അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ കൂടെ തെരുവ് നായ ശല്യം, ഇവിടെ നായക്കൂട്ടങ്ങൾ ഇഷ്ടം പോലെ. ഇപ്പം വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടുന്ന് എത്ര പട്ടികളാണ്. കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ആഹാര സാധനം ഇപ്പോൾ സ്കൂളിൽ പോകാനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണപ്പൊതി ആയിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ നീ കുരങ്ങ് കടിച്ചു പറിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ പട്ടി. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്.
സത്യം പറയാൻ ഈ കുരങ്ങ് ഇതിൻ്റെ ശല്യങ്ങൾ കാരണം നമ്മളിത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ദോഷം വരും. ഇതിൻ്റെ ശല്യം കാരണം ഇത് ഇവിടുന്ന് വസ്തു കൊടുത്തിട്ട് പോകാൻ പോലും ആരും വന്ന് വാങ്ങാൻ പോലും തയ്യാറാവുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ പോകുന്ന സമയത്തായിരിക്കും കുരങ്ങൾ വരുന്നത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ആഹാരങ്ങൾ വെക്കുന്നിടത്ത് പിന്നെ ആഹാരങ്ങൾ വെച്ച് പോകാനൊക്കത്തില്ല. അത് വലിച്ചു വാരി തിന്നും. പിന്നെ നമ്മുടെ ഒരു തെങ്ങുണ്ടെങ്കിൽ ആ തെങ്ങേ കയറി വെള്ളയ്ക്ക മൊത്തം എടുത്ത് ചീത്തയാക്കും. പിന്നെ റംബുട്ടാൻ, അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. വാഴ പോലും നിൽക്കാനില്ല. വാഴ മുളച്ച് വന്നാൽ വാഴ ഒടിച്ച് കളഞ്ഞ് മൊത്തം പറക്കി തിന്നും. ഇത് കഴിക്കുമോ? ഇത് അതാ കഴിക്കുക. അത് പിന്നെ നശിപ്പിക്കുമാർ മൊത്തം നശിപ്പിച്ച്. എത്രത്തോളം കുരങ്ങ് കാണും? അതൊരു 10, 100, 150 കുരങ്ങ് കാണും. എല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അന്നേരം ഇവനെ ഓടിക്കാനെന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ പല വഴികൾ നോക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അതേപോലെ പിന്നെ വീടിൻ്റെ മണ്ടയിൽ കയറി ഷീറ്റ് ഇട്ടേക്കുന്ന വീടാണെങ്കിൽ ഷീറ്റ് മൊത്തം ഇടിച്ച് കുലുക്കി അത് മൊത്തം ഷീറ്റെല്ലാം ഉടച്ച് കളയും. അവന്മാർ ഈ ചീനി പിടുന്ന കാണണം. നമ്മൾ മനുഷ്യർ പോലും ചീനി പിടിയത്തില്ല. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കുലുക്കി പിഴുത് മേപ്പോട്ട് വെച്ചിട്ട് അവന്മാരെടുത്ത് ഇലിച്ച് മേളിലോട്ട് വരുന്ന ഒരു സാധനം മുളയ്ക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ വീടിന്റെ എയർ ഹോളൊക്കെ ഞങ്ങളിപ്പോൾ അടച്ചു വെച്ചേക്കാം. എയർ ഹോളിലൊക്കെ മൊത്തം ഈ എയർ ഹോളിലൂടെ ഇത് ഇറങ്ങും. പിന്നെ കുഞ്ഞുകുരങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങി മൊത്തം വീടിനകം മൊത്തം നാശമാക്കും. ഒരു പിള്ളേർക്ക് ഒരു ഏത്തക്കയോ പഴവോ ഒന്നും മേടിച്ചുകൊണ്ട് വെക്കാൻ പറ്റത്തില്ല. നമ്മൾ പാചകം ചെയ്യുന്ന സാധനം പോലും അടുക്കളകൾ കൊണ്ടുവന്ന് വെക്കാൻ സമ്മതിക്കത്തില്ല. ഇത് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അഥവാ കഥവങ്ങാണം തുറന്നു കൊടുക്കാന്ന് ഇങ്ങോട്ട് വന്ന് അകത്തിരിക്കുന്ന സാധനം കൈ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന മാതിരി എടുത്തുകൊണ്ട് പോകും. ഇത്രയും ആളുകൾ താമസിക്കുന്ന ഈ മേഖലയിൽ ഈ കുരങ്ങ് ഇത്രയും ശല്യം ഉണ്ടാക്കിയിട്ട് ഇത് വർഷങ്ങളായില്ലേ? അപ്പോൾ ഇത്രയായിട്ട് എന്തുകൊണ്ടായിരിക്കും അധികാരികളുടെ നടപടി എടുക്കാത്തത്? അധികാരികൾ പരാതികൾ കൊടുത്തിട്ടില്ല? പരാതികൾ ഇഷ്ടംപോലെ പരാതികൾ കൊടുത്തു. 100, 110 പേര് ഒപ്പിട്ട പരാതി കളക്ടർക്ക് വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇവരെന്തോ പറയുന്നത്? ഇവർ പറയുന്നത് വെച്ചാൽ അമ്പലത്തിന്റെ വകയാണ്, ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്പലത്തിൽ അന്വേഷിക്കുമ്പോൾ അമ്പലമായിട്ട് ഈ കുരങ്ങിന് ബന്ധമില്ലെന്നാണല്ലോ പറയുന്നത്. ഏത് കുരങ്ങ വരുന്നത്? അമ്പലത്തിനകത്ത് ബന്ധമില്ലെന്ന് ആര് പറഞ്ഞ്? ആരാ പറഞ്ഞത്? അമ്പലത്തിലായിട്ട് ബന്ധമുള്ളതാണ്. ഇത് ശ്രീരാമൻ പണ്ട് പിന്നെ ഈ അമ്പലം ഉണ്ടായ കാലം മുതൽ ശ്രീരാമൻ ഇവിടെ വന്ന് ആ കൂട്ടത്തിൽ വന്നതാണെന്ന് ഈ പഴമക്കാർ ഐതിഹ്യം പറയുന്നത്. അന്നേരം അന്നൊന്നും നമ്മളില്ല, നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ പറയുന്നത് കേട്ട് ഞാൻ പറയുകയാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഈ കുരങ്ങ് അമ്പലത്തിലുള്ളത് തന്നെയാണ്. കുരങ്ങ് അമ്പലക്കുരങ്ങുണ്ട്, ചന്തക്കുരങ്ങുണ്ട്. ഇപ്പം ഞങ്ങളുടെ അടുത്തോട്ടായി അങ്ങനെ ഒരു 3 ഭാഗം കുരങ്ങളായി. കുന്നുംപുറം കുരങ്ങായി, മനസ്സിലായോ? ശാസ്താംകോട്ട DB കോളേജിന് കിഴക്ക് വശത്തുള്ള കുരങ്ങളായി. ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യം. ചക്കയും മാങ്ങ ഉണ്ടെങ്കിൽ ഇവന്മാർ പോകത്തില്ല. ചക്കയൊക്കെ എടുത്ത് വെച്ച് തിന്നുന്ന കാണണം. തേങ്ങയൊക്കെ വലിച്ച് നമ്മൾ മനുഷ്യന്മാർ ഒരു തേങ്ങ ഉണ്ടോ നോക്ക്, മണ്ട പോയ തെങ്ങുമായിരിക്കും. ഒരു തെങ്ങയിലൊക്കെ ഇഷ്ടംപോലെ തേങ്ങ പിടിക്കും. ഇഷ്ടംപോലെ തേങ്ങ പിടിക്കുന്നതായിരുന്നു. കൂട്ടത്തോടെ വന്ന് കയറി ഇവന്മാർ ഒരു 4-4:30 ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യും രാവിലെ. അന്നേരം നമ്മൾ ഉറക്കമായിരിക്കും. ഇവന്മാർ വന്ന് പരിപാടി അങ്ങ് തുടങ്ങും. ഒരു 6-6:30 ആകുമ്പോഴത്തേനും അവന്മാർ പോവുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെയും വരും. വന്നിട്ട് പണിയങ്ങ് തുടങ്ങും. പണി തുടങ്ങി മൊത്തം നശിപ്പിച്ചിട്ടങ്ങ് പോകും. നമുക്ക് പിള്ളേർക്കൊരു മരുന്നോ എന്തെങ്കിലും മേടിക്കാൻ ആശുപത്രി പോകുമായിരിക്കും അത്യാവശ്യം. തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ വരുന്ന കാഴ്ച? അടുക്കളകളൊന്നും പൈപ്പ് ഒന്നും തുറക്കാൻ നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകണം. വെളിയിൽ പോന്നെങ്കിൽ ഫുള്ള് ലോക്ക് ചെയ്തിട്ട് പോകണം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവർ അടയ്ക്കാൻ അറിഞ്ഞൂടാ. വെള്ളം തുറന്നു വിട്ടിട്ട് അമ്മമാരൊക്കെ പോകും. ടാങ്കുണ്ടെങ്കിൽ തന്നെ അമ്മമാരാണെങ്കിൽ അടപ്പെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് വെള്ളം കോരി കുളിച്ചിട്ട് അമ്മമാരവിടെ കാണിക്കും. നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ കുളിച്ചോണ്ടിരിക്കുമായിരിക്കും. വാഴയൊക്കെ നടക്കാൻ പറ്റുമോ? വാഴ കാണാൻ ഇവിടെ പറ്റുന്നില്ല. ഒരു സാധനവും മേലോട്ട് വരുന്ന ഒരു സാധനം നടക്കാൻ പറ്റത്തില്ല. മൊത്തം വാഴ മണ്ട കടിച്ച അതിന്റെ കിളിനില ഉണ്ടല്ലോ, ആ കിളിനില മൊത്തം തിന്നുക, അടിച്ചു പൊടിച്ചങ്ങ് ഇടുക. കൂമ്പ് പകുതി തിന്നും. ചെറിയ കിളുന്നല്ലയോ, അതങ്ങനെ നമുക്ക് പകുതി കൊല കിട്ടും. വേണേ കാണിച്ചു തരാം. പകുതി പിടിച്ചിട്ടില്ല അതിനകത്ത് പകുതി. ഞങ്ങളുടെ വീട്ടില് പകുതി വളയന്തോളം വലിയ കൊലയാവുന്നു. എൻ്റെ അത്ര കൊലയാവുന്നു. അതിന്റെ പകുതിയേ ഉള്ളു. ബാക്കി മൊത്തം അവര് അങ്ങ് ഭക്ഷിക്കും. ആ കൂമ്പിനകത്തുള്ളത് ബാക്കി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിപ്പം പിന്നെ വലിയ കേസാവും. പിന്നെ മധു എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. പണ്ടൊരു ദിവസം വെടിവെച്ചത് അത് കളക്ടർ അവനെ പിന്നെ ശിക്ഷിച്ച്
കോടതി പിന്നെ 1 വർഷം 5-6 വർഷമാകും ജയിലിൽ കിടന്നേ വെടിവെച്ച് കൊന്നതിന്. നമ്മുടെ വീട്ടിനുള്ളിൽ കുരങ്ങ് കുഞ്ഞു കുരങ്ങന്മാർ ഈ പ്രദേശത്തൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവർ ഈ വീടിനുള്ളിൽ കയറി അകത്ത് കയറി സാധനങ്ങൾ എടുക്കാൻ അവർക്ക് ഈ കൊച്ചുകുട്ടികളെ പോലെ വളരെ ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അവർ എന്ത് കിട്ടിയാലും എടുത്ത് നോക്കണം അതിനുള്ളിൽ എന്താണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെ എടുത്ത് നോക്കുന്ന കൂട്ടത്തിൽ ഇവർ കയറുന്ന വഴിക്ക് ഗ്യാസിൻ്റെ നോബ് അറിയാതെ തുറന്നു നോക്കും. അപ്പോൾ തുറന്ന് അങ്ങനെ ഗ്യാസ് ലീക്കായി. പിന്നെ വീട്ടിൽ മേടിച്ച് വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടി ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വീടിനകത്ത് ഇടുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ വീട്ടിലോട്ട് വരുന്ന കണക്ഷൻ വയർ, ഈ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ വയർ വഴി ഇവർ നടന്നു വരുന്നത്. അത്തരത്തിൽ നടന്നു വരുന്ന വഴിക്ക് മിക്ക ദിവസങ്ങളും ഇത് പൊട്ടിക്കാറുണ്ട്. ഇത് പൊട്ടിപ്പോവാറുണ്ട്. അത് പൊട്ടിക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായിരിക്കത്തില്ല, പക്ഷേ പൊട്ടിപ്പോവാറുണ്ട് മിക്ക ദിവസം. ഇപ്പോഴും ഫ്യൂസ് അത്തരത്തിൽ പൊട്ടിപ്പോയി. അങ്ങനെ ഇപ്പോൾ മാറാനായിട്ട് KSEBിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. ഈ കുരങ്ങുകളുടെ എണ്ണം കൂടുന്നത് വലിയൊരു പ്രദേശത്തെ പ്രശ്നമായിട്ടുണ്ട്. ഇതിനെ കൊണ്ടുപോകാവുന്ന നടപടികൾക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഭക്തജനങ്ങൾ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത്. അല്ല, ഇവിടെ ഉള്ളവർ തന്നെയാണോ ഇത് എതിർക്കുന്നത്? ഇത് പൊതുവെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരല്ല, ഈ കുരങ്ങിൻ്റെ പ്രശ്നം നേരിടുന്നവരല്ല ശരിക്കും ഇതിനെ എതിർക്കുന്നത്. ഇത്തരത്തിൽ പുറത്തുള്ള ആളുകളാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്തിയുടെ ഭാഗമാണെങ്കിൽ പോലും ഇതൊരു വന്യജീവിയാണ്. വനത്തിൽ ഇത് ജീവിക്കുന്ന സമയത്ത് ഇതിന് നാച്ചുറലായിട്ട് ഒരുപാട് പ്രഡേറ്റേഴ്സ് ഉണ്ടാകും. അപ്പം ഇതിൻ്റെ നമ്പർ സ്വാഭാവികമായിട്ട് കൺട്രോൾ ചെയ്യപ്പെടും. പക്ഷേ ഈ പ്രദേശത്ത് ഇതിന് സ്വാഭാവികമായിട്ടും ഈ ആവാസ വ്യവസ്ഥയിൽ അതിന് പിടിക്കുന്ന ജീവികളില്ല. അത്തരത്തിൽ ഇതിൻ്റെ എണ്ണം കുറയുന്നില്ല. പക്ഷേ അവർ പറയുന്നത് ഇതിൻ്റെ എണ്ണം പണ്ടത്തെ അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരു പ്രസവ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് കൊച്ചു കുരങ്ങുകളുമായിട്ടാണ് ഇവർ വരുന്നത്. പക്ഷേ ഈ കുരങ്ങളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറയുന്നില്ല. പിന്നെ ഇതിൽ സംഭവിക്കുന്നൊരു കാര്യം, ഈ കുരങ്ങന്മാർ ഒരു പരുവം കഴിയുമ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാർ കുരങ്ങന്മാർ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില പ്രദേശങ്ങളിലേക്ക് കൂടി കുരങ്ങന്മാർ വരുന്നുണ്ട് എന്ന്, ഈ മനക്കര പ്രദേശത്തേട്ടൊക്കെ കുരങ്ങന്മാരെ ഒരു ട്രൈബ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂടുന്നതല്ലാതെ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി എണ്ണം കുറയുന്നതല്ലാതെ ഇവർക്ക് മരണപ്പെടുന്ന കുരങ്ങന്മാരുടെ അളവും വളരെ കുറവാണ്. അതെ, ആയുസ് നല്ല രീതിയിലുള്ളൊരു ജീവിയാണ് കുരങ്ങന്മാർ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇവരുടെ എണ്ണം കൂടുമ്പം ഇവർ അക്രമവും കൂടും. കൊച്ചു കുരങ്ങന്മാരുണ്ടാകുന്ന ആ ഒരു സീസണിലാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. കാര്യം ഇവർ എയർ ഹോൾ വഴി, കാര്യം ഒരു വീടിന് വെന്റിലേഷൻ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതിനുള്ളിലൂടെ കടന്നകത്ത് കയറി ഓരോ സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അടുത്ത വീടുകളിലൊക്കെ TV ഒക്കെ തറയിലിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകൾക്ക് സമാധാനമായിട്ടൊരു സ്ഥലത്ത് പോയി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ വീട് ഏത് അവസ്ഥയിലാണ്, കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്ത് തരത്തിലുള്ള കൃഷി ചെയ്താലും ഇവർ അത് കിളിച്ചു വരുന്ന ഈ പുതിയ നാമ്പുകൾ വളരെ ഇഷ്ടപ്പെട്ടൊരു ജീവിയാണ് ഈ കുരങ്ങ്. അവരത് പിച്ചി നോക്കുകയും അത് പിച്ചി കഴിക്കാനുള്ളതാണെങ്കിൽ കഴിക്കുകയും അല്ലാത്തത് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. മാവിലൊക്കെ മാങ്ങ പിടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കടി കടിക്കുക കളയുക എന്നുള്ളൊരു പ്രവണതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ നാശമാണ് ഈ പ്രദേശത്ത്. വാഴയുടെ മൊത്തം ഇളക്കി നോക്കുക, തെങ്ങ് അതിനകത്തുനിന്ന് മണ്ടയിൽ മൊത്തം വലിച്ചെടുക്കുക, വെള്ളയ്ക്ക പിടിച്ച് നിൽക്കുമ്പോഴേ തന്നെ എടുത്ത് കളയുക. ഒരു തരത്തിലുള്ള കൃഷി ഈ സ്ഥലത്ത് പ്രായോഗികമല്ല. ഈ സ്ഥലം വിട്ട് ആളുകൾ പോവുക എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുരങ്ങ് ശല്യം കൊണ്ട് ഈ പ്രദേശത്ത് ഭൂമിക്ക് വിലയില്ലാത്ത അവസ്ഥയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം പ്രകൃതിയെ സ്നേഹിക്കുന്നതും പ്രകൃതിയിലെ ജീവജാലങ്ങളോടെല്ലാം ഇഷ്ടവും അവയെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു പ്രദേശത്ത് കുരങ്ങുകളുടെ ശല്യം ക്രമാതീതമായിട്ടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. കുരങ്ങുകൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം അവരെ കൊണ്ടുള്ള ശല്യങ്ങൾ. അവർക്ക് ഭക്ഷണത്തിന് കുറവുകൊണ്ടോ മറ്റോ ആയിരിക്കാം. പക്ഷേ ഓരോ വീട്ടിലും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ആ വീട് അടച്ചിട്ടില്ലെങ്കിൽ, ഒരു ജനൽ തുറന്ന് കിടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ കുരങ്ങന്മാർ കയറി ആഹാര സാധനങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. പ്രായമായ വ്യക്തികളൊക്കെ ഉള്ള വീട്ടിൽ അവരുടെ ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വാതിലൊന്ന് തുറന്ന് കിടന്നാൽ കുരങ്ങന്മാർ കൂട്ടത്തോടെ റൂമിനുള്ളിൽ പ്രവേശിക്കും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം, ഒരു വീടിന് വേണ്ടുന്ന സ്വാതന്ത്ര്യമില്ലാത്ത രീതിയാണ്. കതകുകളും ജനാലകളും എപ്പോഴും അടച്ചിട്ടിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ വടക്കം പുളി, പിഴിപുളി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൃക്ഷങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. അതിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ ഈ നമ്മുടെ ദേശത്തെ വിപണികളിൽ എത്തിച്ച് വിറ്റ് ജീവിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് കുരങ്ങുകളുടെ അമിതമായ ഇടപെടൽ മൂലം കൃഷിനാശം സംഭവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഫലവൃക്ഷങ്ങളെല്ലാം കായ്കനികളില്ലാതെ നശിച്ച് ഒരു മരുഭൂമിയായി മാറുന്ന, പാഴ്വൃക്ഷങ്ങൾ മാത്രം നിറഞ്ഞ് ഗുണപ്രദമായിട്ടുള്ള എല്ലാ ആഹാര സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും നഷ്ടമാകും. അവയിൽ ഒരു പൂ വരാനോ ഒരു തളിര് വരാനോ പോലും ഈ ജീവികൾ സമ്മതിക്കുന്നില്ല.
അതുപോലെ അമ്പലത്തിൻ്റെ അടുത്തുള്ള കാട്ടിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇഞ്ചവള്ളി പടർന്നു കയറി അവരുടെ ആവാസ മേഖലയ്ക്ക് തടസ്സം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇപ്പം കുറേ പേര് നമ്മുടെ മനുഷ്യർ താമസിക്കുന്ന ഭാഗത്തേക്ക് കയറിയത്. അവിടെ ഒരുപാട് വൃക്ഷങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കുറേ പാഴ്വള്ളികളും ഇഞ്ച അങ്ങനെയൊക്കെയുള്ള കുറേ വള്ളികൾ പടർന്നു കയറിയിട്ട് അവർക്ക് താമസത്തിനുള്ള സാഹചര്യം നഷ്ടമായി. മാത്രമല്ല ശരിക്കും ഇതിനെ ഇവിടുന്ന് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ട് ഇതിനെ ഒഴിവാക്കി തരേണ്ടത് ആരാണ്? അത് നമ്മൾ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. എങ്കിലും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് അതിനകത്ത് ഇത്രയും ജനങ്ങൾ ഇങ്ങനൊരു വളരെ രീതിയിലുള്ള ഒരു വിഷമം അനുഭവിക്കുമ്പോൾ ഭരണാധികാരികളുടെ ഒരു ശ്രദ്ധ അതിന്മേൽ കേന്ദ്രീകരിക്കേണ്ടതാണ്. അത് അത്യാവശ്യമാണ്. അതല്ല, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒത്തിരി കുരങ്ങുകളെ ചെന്തുരുണിയിൽ കൊണ്ടുപോയി, കുറേ കുരങ്ങുകളെ കൊണ്ടുപോയി. അതിനുശേഷം അവർ വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അവർ ആ ക്ഷേത്രവും അതിൻ്റെ പരിസരവുമായിട്ട് ചുറ്റി നിന്നിരുന്നതാണ്. ഇപ്പം ക്രമാതീതമായിട്ട് എണ്ണം വർദ്ധിച്ചപ്പോൾ അവർ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി. നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പം ഈ കോളേജിൻ്റെ പരിസരം മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കൂടുതൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ക്രമാതീതമായിട്ട് ഇവ ഇങ്ങനെ പെരുകി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാ ജനങ്ങളും ഇവരെ കൊണ്ട് പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരും. ടാങ്ക് ഉണ്ടല്ലോ, വാട്ടർ ടാങ്ക്, അതിൻ്റെ അടപ്പൊക്കെ പൊട്ടിച്ചിട്ട് അതിനകത്ത് കയറി വെള്ളമൊക്കെ നശിപ്പിച്ച് കളയുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ബോൾ പോലെ സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ ഊരി എടുത്തുകൊണ്ട് പോയിട്ട് ദൂരെ കൊണ്ട് കളയുന്നു, വെള്ളമെല്ലാം അഴുക്കാക്കുന്നു. പിന്നെ പെരയ്ക്കകത്ത് കയറിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ച് കളയുക. എത്രത്തോളം കുരങ്ങുകളാണ് വരുന്നത്? കൂട്ടത്തോടാണ് വരുന്നത്, കുഞ്ഞുങ്ങളുണ്ട്, അല്ലാതുള്ള മൊത്തത്തിലാണ് വരുന്നത്. ഭയങ്കര ശല്യമാണ്. നമുക്ക് കഥ ഒന്നും തുറന്നിടാൻ പറ്റത്തില്ല. തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജനല തുറന്നിടാൻ കഥ ഒന്നും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം തുറന്നിട്ട് പോയോ നമ്മുടെ അതിനകത്ത് കയറി ഉള്ള സാധനങ്ങൾ മൊത്തം നശിപ്പിച്ച് കളയുക. ഈ ഇടയ്ക്ക് ജനല തുറന്നിട്ടപ്പോൾ ആ സൈഡിൽ ഇരുന്ന് ഒരു കുപ്പി എണ്ണ എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് മേളത്തെ ടാങ്കിൻ്റെ അടപ്പ് പൊട്ടിച്ചിട്ട് അതിനകത്ത് കയറി അതിൻ്റെ ബോൾ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അതിനകത്ത് വെള്ളത്തിലിറങ്ങി കുളിക്കുക, അതിൻ്റെ അകത്ത് അഴുക്കുക. കുടിവെള്ളത്തിൽ പെരയുടെ മേളിൽ വെച്ചേക്കുന്ന ടാങ്കിൻ്റെ മേളിൽ ഇതിനകത്ത് അതിൻ്റെ അടപ്പ് നമ്മൾ ഇറങ്ങാതിരിക്കാൻ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അത് മരത്തിൻ്റെ മണ്ടയിൽ എടുത്ത് ഭയങ്കരമായിട്ട് പൊക്കത്ത് ചാടിയിട്ട് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇറങ്ങിയ ഒരു ബോൾ പോലെ സാധനം അത് ഊരി എടുത്തുകൊണ്ട് പോയിട്ട് ആ വെള്ളം മൊത്തം കുളിക്കുക. എന്നിട്ട് അതിനകത്ത് അപ്പിയിട്ട് എല്ലാം ഉണ്ട്. നമുക്ക് ഭയങ്കര ശല്യമാണ് കുരങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഇടയ്ക്ക് അടുക്കളയിലെ കഥ തുറന്നിട്ട് ഇപ്പം അതിനകത്ത് വന്നിട്ട് വെളിയിൽ വെച്ചേക്ക് വരും നമ്മുടെ പച്ചക്കറി ഐറ്റംസൊക്കെ, അതെല്ലാം എടുത്തുകൊണ്ട് പോവുക. അത് ഇന്ന സമയമൊന്നുമില്ല, രാവിലെ ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കാണും. അതേപോലെ വണ്ടിയുടെ സീറ്റ് കവർ അതെല്ലാം വലിച്ചു കയറി കളഞ്ഞ്, അതേപോലെ പൈപ്പ് എപ്പോഴും 24 മണിക്കൂർ തുറന്നിടും പണി. ടാപ്പ് തുറന്നിടും, വെള്ളം കുടിക്കാൻ വരും, ടാപ്പ് തുറന്നിടും. ഇതാ ഇതിന് ജോലി. ഭയങ്കര ശല്യം വരങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അമ്പാടി കല്ലട, പാട്ടുകാരൻ കൂടെയാണ്. നമസ്കാരം. നമസ്കാരം. കുരങ്ങിൻ്റെ ശല്യമൊക്കെ അറിയാമല്ലേ? കുരങ്ങിൻ്റെ ശല്യം അറിയാം, അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് അനിയുണ്ട്. ഞാൻ അനിയുടെ വീട്ടിൽ മിക്കവാറും വരാറുണ്ട്. ഇവിടുത്തുകാരനല്ലേ? കല്ലടക്കാരനാണ്. ഞാൻ കല്ലടക്കാരനാണ്. അങ്ങനെ എൻ്റെ സുഹൃത്താണ് അനി. കാരണം ഞാനിവിടെ വരാറുണ്ട്. അപ്പം വരുമ്പോഴെല്ലാം മിക്കവാറും ഈ കുരങ്ങിൻ്റെ ശല്യം നല്ല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതേപോലെ ഞാനും എൻ്റെ കുടുംബസമേതം എൻ്റെ മകളുമായിട്ടൊക്കെ ഇവിടെ എത്തിയപ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു. കുരങ്ങിൻ്റെ ശല്യങ്ങൾ ഭയങ്കരമായിരുന്നു. അപ്പോൾ അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. കുരങ്ങിൻ്റെ കാര്യങ്ങൾ പറയാനും കുരങ്ങിൻ്റെ ശല്യത്തെക്കുറിച്ച് പറയാനൊക്കെ വന്നത്. അന്നേരം ഒരു പാട്ടുകാരനെ കിട്ടിയപ്പോൾ ഒരു പാട്ട് പാടിക്കാതെ വിടാൻ പറ്റത്തില്ല. അത് ശരി. അപ്പോൾ നാടൻപാട്ട് കലാകാരനാണ്, ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ്. അമ്പാടി കല്ലട എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് കൂടുതലും പാടുന്നത്. എന്തായാലും ഒരു പാട്ട്. തീർച്ചയായിട്ടും. പിന്നെ മണിച്ചേട്ടൻ്റെ അവാർഡ്, കലാഭവൻ മണി ഫൗണ്ടേഷൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പോൾ നാടൻ പാട്ടിന് പോകുമ്പോഴും ഏറ്റവും കൂടുതൽ മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ് പാടാറുള്ളതും. മണിച്ചേട്ടന് അത്രയേറെ ഇഷ്ടമാണ്. അപ്പം തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ. ആമ്പൽ വീരിഞ്ഞതുപോലെ അമ്മയുടെ പുന്നാരമുത്ത് കുഞ്ഞിക്കാലോടി വളർന്നതച്ഛനറിഞ്ഞില്ല പൊന്നെ, ഒരടി വയ്ക്കണ പ്രായം പണ്ടേ കഴിഞ്ഞടി പൊന്നെ, അമ്പിളി മാമനുദിച്ച് നിൽക്കണ പോലൊരു പെണ്ണായി പെണ്ണൊരുത്തി വീട്ടിൽ ജനിച്ചാലോ പൊന്നെ,
അച്ഛനോ അമ്മയ്ക്കുറക്കമില്ല. എന്തായാലും അടിപൊളിയാവട്ടെ, നല്ല പാട്ടാണ്. കുരങ്ങ് ശല്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു പാട്ടുകൂടെ നമുക്ക് കേൾക്കാൻ പറ്റി. താങ്ക് യു. ഓരോ ദിവസവും കഴിയുന്തോറും കുരങ്ങിൻ്റെ ശല്യം കൂടി വരികയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണം.